പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനാണ് കേട്ടോ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. നുറുക്ക് ഗോതമ്പ് കൊണ്ട് നല്ല ഉപ്പുമാവ്, ഒട്ടും കുഴയാതെ എന്നാൽ നന്നായിട്ട് വേകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. താമസിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. ഈ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കടായിയോ അല്ലെങ്കിൽ ഒരു ചീനിച്ചട്ടിയോ നമുക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം ഒരു 1/2 ടീസ്പൂൺ കടുകും പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുമാവിന് ഉഴുന്ന് പരിപ്പ് മസ്റ്റാണേ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മൂത്ത് വരണം. അപ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു പകുതി സവോളയും ഒരു 3-4 ചുവന്നുള്ളിയും പിന്നെ ഒരു 2 പച്ചമുളകും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു കഷ്ണം ഇഞ്ചി അതൊന്ന് നുറുക്കിയിട്ടിട്ടുണ്ടേ. അപ്പോഴത്തേ നമ്മളിവിടെ നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ് 240 ml കപ്പിൻ്റെ 1 കപ്പാണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ എത്ര ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള റവ എടുക്കുന്നോ അതിൻ്റെ ഇരട്ടിക്ക് വെള്ളം എടുക്കണം. അങ്ങനത്തെ നമ്മൾ വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇപ്പോഴേ ചേർത്ത് കൊടുക്കണേ. ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയ്ക്കകത്തുനിന്ന് കുറച്ച് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. കാരണം ആ തേങ്ങ വെന്തിറങ്ങുമ്പം ഈ ഉപ്പുമാവിനൊരു പ്രത്യേക ടേസ്റ്റാണേ. അങ്ങനത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള റവയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വറുത്ത റവയാണ്. വറുക്കാത്തതാണെങ്കിൽ നമ്മളൊന്ന് വറുത്തെടുക്കണേ. ഇനി ഇത് പതുക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ ഉപ്പൊക്കെ ഇപ്പം തന്നെ നോക്കിക്കോണം പാകമാണോന്നേ. ബോംബെ റവ ഉപ്പുമാവിന് നമ്മൾ നെയ്യും അതുപോലെ തന്നെ ക്യാരറ്റും ഒക്കെ ചേർക്കാം. പക്ഷേ ഈ ഒരു ഉപ്പുമാവിന് ക്യാരറ്റും അതുപോലെ തന്നെ നെയ്യും ഒന്നും ചേർക്കാതിരിക്കുന്നതാണ് നല്ല സിമ്പിളായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. പണ്ട് നമ്മൾ അംഗനവാടിയിലും നഴ്സറിയിലൊക്കെ പഠിക്കുമ്പം ഇതുപോലത്തെ ഉപ്പുമാവ് കിട്ടുമായിരുന്നു. ചോളത്തിൻ്റെ ഉപ്പുമാവ് അതുപോലെ തന്നെ ഈ നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ് ഒക്കെ കിട്ടുമായിരുന്നു കേട്ടോ. ആ ഒരു കാലം അതുപോലെ ആ ഒരു ടേസ്റ്റ് എന്നൊക്കെ പറയുന്നത് നല്ല അടിപൊളിയായിരുന്നേ. അങ്ങനെ നമ്മളിത് അടച്ച് വെക്കണം. പിന്നെ തുറന്നിട്ട് കൂടെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മൾ എടുത്ത് വെച്ച തേങ്ങയുടെ ബാക്കിയും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് നന്നായിട്ട് വെന്തിട്ടുമുണ്ട്, എന്നാലൊട്ട് കുഴഞ്ഞും പോയിട്ടില്ല. അപ്പോൾ നമ്മുടെ വീഡിയോയും വൈൻഡപ്പ് ചെയ്യാറായിട്ട് വരുവാണ്. ഇനി നന്നായിട്ട് ചിക്കി തോർത്തി എന്തെങ്കിലും വെള്ളമയം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചിക്കി തോർത്തി വെള്ളമയം ഒന്ന് വറ്റിച്ചിങ്ങ് എടുത്താൽ മതിയേ. ഇനി പഴമോ പപ്പടമോ ചമ്മന്തിയോ പഞ്ചസാരയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ പഴമാണ് എടുത്തേക്കുന്നത്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.